മുകളിൽ നമ്മൾ റൂം കൊടുക്കുന്നത്. ഒരു റൂമിന് 2500 രൂപയാണ്. ഹണി പ്രോസസ് യൂണിറ്റ് നമുക്ക് പോവാൻ അലൗഡ് ഇല്ലാത്ത ഒരു പ്രദേശമാണ്. മാനേ മരകതമേ നല്ല തീർന്നാടുത് തെന്നൽ തമിഴ് പാടുത്. അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ഒരു കാശ്മീർ പോലത്തെ ഒരു സ്ഥലത്തൊക്കെയാണ്. നല്ല പ്രോത്സാഹനം, സൂപ്പർ സ്ഥലം. ആകെ ഒരു പ്രശ്നം ഈ പുലിയാണ് അല്ലേ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ റോഡുകളാണ്. പനത്തടി എന്നുള്ള സ്ഥലത്ത് കർണാടകത്തിന്റെ അതിർത്തിക്ക് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാണിപുരത്തിൽ പോകുന്ന സമയത്ത് എത്ര മണിക്കത് 8:30 മണി മുതൽ 8:30 മണി സ്റ്റാർട്ട്, അത് 5 മണി വരെ. 5 മണി വരെ. അപ്പൊ അതിന് മുമ്പ് 3 മണിക്ക് മുമ്പ് ഞമ്മ അവിടെ എത്തണം. മാനേ മരകതമേ നല്ല തീർന്നാടുത് തെന്നൽ തമിഴ് പാടുത്. മനിത കാതലല്ലേ അதையும் താണ്ടി പുനിതമാടുത് പുനിതമാടുത് മൊത്തം പോയി കിടക്കുന്നു. കാരണം എന്താണ്? ഞാൻ മരവും വീടും ഒന്നിച്ച് മരത്തോട് ചേർന്നുള്ള വീടിലാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചത് അവിടെയാണ്. മനസ്സിലായോ? ഇടത്തും നീ പാറിയില്ലേ പൊന്നി വിളയുന്ന പാടത്ത് നാട്ടില് നാനായിടത്തും നീ പാറിയില്ലേ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പൊന്നാര കള്ളാർ പള്ളി അല്ലെ. പനത്തടി പഞ്ചായത്തിന്റെ ആ ജംഗ്ഷനിൽ നിന്നാണ് റോഡെല്ലാം നല്ല അടിപൊളി റോഡാണ് ഇവിടുത്തെ. മനോഹരമായ ചർച്ച്. നമുക്ക് റാണിപുരത്തേക്ക് എത്ര 10 കിലോമീറ്റർ അല്ലേ കാണിച്ചവിടെ? 9 കിലോമീറ്റർ. ഒരു 2 സൈഡായിട്ട് നമുക്ക് നല്ല കാടുകൾ കാണാം. നല്ല ഒരു തണുപ്പുണ്ട്, ചെറുതായി തണുപ്പുണ്ട്. ഓക്കെ, ജൂൺ ജൂലൈ മാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞ് ഫുള്ളായി കോട മഞ്ഞ് കാണാൻ സാധിക്കും. ചെറിയൊരു തണുപ്പുണ്ടല്ലോ ഇവിടെ വരുമ്പോ തന്നെ ഒരു ചെറിയ തണുപ്പുണ്ട്. രാത്രിയൊക്കെ നല്ല തണുപ്പായി. അപ്പോൾ ഇത് കാസർഗോഡ് ജില്ലയിലെ ഇതുപോലത്തെ ഒരു അടിപൊളി മനോഹരമായ പ്രദേശം ഏകദേശം ആൾക്കാർക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നതാണ്. കാരണം നല്ലൊരു മനോഹരമായ ഒരു പ്രദേശമാണ്. വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കാസർഗോഡ് ജംഗ്ഷനിൽ വരാൻ സാധിക്കും അല്ലേ? അതെ, തീർച്ചയായും. അല്ലാതെ ചിലപ്പോൾ വരുന്ന സമയത്തെല്ലാം ഇപ്പോൾ ഒരുപാട് റോഡുകളൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അങ്ങനെ പോകുന്ന റോഡെല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ലത് കറക്റ്റായി വരാൻ വേണ്ടി നമ്മൾ മാപ്പ് ഇട്ട് കറക്റ്റായി ഇവിടെ തന്നെ നമുക്ക് വരാൻ സാധിക്കും. ഇങ്ങനെയുണ്ട് പ്ലേസ്. ഇത് ഊട്ടിയെല്ലാം തോറ്റുപോ പറഞ്ഞ കണക്ക് തന്നെ കുറേ പറയുന്നത് കേട്ടത് കറക്റ്റ് തന്നെ. ഇത് 10 കിലോമീറ്റർ മുമ്പ് ചൂട് ആയിരുന്നു, ഇപ്പൊ തണുപ്പാണ്. അപ്പൊ ഇത് മഴ സമയത്തെല്ലാം എങ്ങനെ ആയിരിക്കും? നല്ല തണുപ്പായിരിക്കും. അംബേദ്കർ ഗ്രാമം പനത്തടി. അപ്പോൾ ഈ സ്ഥലത്തിന് എന്ന് പറഞ്ഞാൽ വേറൊരു പേര് കൂടിയുണ്ട്, മടത്തുമലയാണ് ഇതിന്റെ പഴയ ഒരു പേര് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലുള്ള മനോഹരമായ ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാണിപുരം. അപ്പോൾ ഇതിന് ഒരു പഴയ ഒരു പേര് കൂടിയുണ്ട്, മടത്തുമല എന്ന് പറഞ്ഞിട്ട് അല്ലേ ഹമീദ് ഭായി? മടത്തുമല എന്ന്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം. 1970-കളിൽ കോട്ടയത്തെ കത്തോലിക്ക രൂപത കോടോത്ത് കുടുംബത്തിൽ നിന്നും കുടിയേറ്റത്തിന് വേണ്ടി വാങ്ങുകയായിരുന്നു ഈ സ്ഥലം. അന്നാണ് ഈ പേര് റാണിപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ, നല്ല ചാഞ്ചക്കം വെണ്ണിനും താളത്തിൽ അപ്പോ ആകാശത്താലവട്ടം പീലിയുർത്തും ചില്ലുമേഘമേ കുരുവികളെ പക്ഷികളെ. ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു നാച്ചുറൽ തണുപ്പാണ്. സാധാരണ AC ഒക്കെ ഉപയോഗിക്കുന്ന പോലെയല്ല, നാച്ചുറൽ തണുപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇല കരിച്ചത് റാണിപുരം റിസോർട്ട്. ഇത് ഇതാണ്
ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും. അഡൽട്ട് 50 dirhams, ചിൽഡ്രൻസ് 20, ഫോറിനേഴ്സ് 150, ക്യാമറ 50. നമ്മള് ഭക്ഷണം കഴിക്കല്ലേ? ഭക്ഷണം കഴിക്കാൻ ചായക്കടയിൽ ഇവിടെയുള്ള ഒരു ചായക്കടയാണ്. ആ ചായക്കടയിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അല്ലേ? എന്താ അമിത് ഭായി വേണ്ടിയത് പറയല്ലേ? ചേച്ചി എന്താ കഴിക്കാനുള്ള? എന്താണല്ലോ ഒരു വീട്ടിൽ വന്നിട്ടൊരു മര്യാദ ഇല്ലാണ്ട്. കടലക്കറി ഉണ്ടോ? അപ്പോൾ നോക്കാം എന്ത് കഴിക്കാം. ഇവിടെ ഭക്ഷണം വെച്ച് കഴിക്കാം. പുട്ടും കടല കാലത്തല്ലേ? ഇപ്പൊ എന്ത് പുട്ടും കടല? പിന്നെ ഇവിടെ പിന്നെ ഇപ്പൊ വേറെ ഒന്നും കിട്ടാലോ. ഊണൊക്കെ തീർന്നു. ഊണൊക്കെ തീർന്നു. ഇല്ല. ഇപ്പൊ നല്ല നാടൻ കഞ്ഞിയും പിന്നെ പപ്പടവും പിന്നെ പൊറോട്ട, ബീഫ്. എങ്ങനെയുണ്ട്? സൂപ്പർ. കഞ്ഞിയുടെ തണ്ണിട്ട് പോയി വേഗം കുടിക്കി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് സൗണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്. കേരള ഫോറസ്റ്റ് ഹണി പ്രോസസ് യൂണിറ്റ് എന്ന് നമുക്കൊരു ബോർഡ് ഇവിടെ കാണാൻ സാധിക്കും. 3 മണി വരെയാണ് ഇത് ടിക്കറ്റ് കൗണ്ടർ. 3 മണി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് പോകാൻ അലൗഡ് ഇല്ലാത്തൊരു പ്രദേശമാണ്. അതൊക്കെ കമ്പി വഴിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് 3 മണിക്ക് ശേഷം ഇവിടെ കൗണ്ടറൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ 5:30 ഇവിടുത്തെ ലാസ്റ്റ് ടൈമിംഗ് എന്ന് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ അടുത്തല്ല ഞാനുള്ളത് ഒരു മൽഹാർ ഹോം സ്റ്റേ റാണിപുരം. അപ്പോൾ അവിടെയാണുള്ളത്. അവിടെ ഇതിൻ്റെ ആൾക്കാരുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ ഹോം സ്റ്റേൻ്റെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൽഹാർ ഹോം സ്റ്റേ നമ്മൾ 2 റൂമാണ് ഉള്ളത്. ഞങ്ങൾ താഴെ താമസിക്കുന്നു, മുകളിൽ നമ്മൾ റൂം കൊടുക്കുന്നത്. ഒരു റൂമിന് 2500 രൂപയാണ് വാടക 2 പേർക്ക്. ഫാമിലി ആണെങ്കിൽ 10 വയസ്സിന് താഴെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതേ റേറ്റ് തന്നെയാണ്. അല്ലാതെ ബാച്ചിലേഴ്സ് മറ്റുള്ളവരാണെങ്കിൽ ഒരാൾ എക്സ്ട്രാ ഒരാൾ വരുന്നുണ്ടെങ്കിൽ 500 വെച്ചിട്ട് പെർ ഹെഡ് ഒരാൾക്ക് കൂടുതലായിട്ട് വരും. 5 പേർക്ക് വരെ താമസിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കും. പിന്നെ ഡിന്നർ ലഞ്ച് ഒക്കെ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ റീസണബിൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടുള്ള നമ്മൾ തുക മേടിക്കും. പിന്നെ റാണിപുരത്ത് പിന്നെ ട്രക്കിംഗ് പോയിന്റ് ഏറ്റവും അടുത്തുള്ള ഏറ്റവും ടോപ്പിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഉള്ളത്. എൻ്റെ ഇത് ബോർഡിലുള്ളതാണ് 9446 270 599. സാധാരണ കോൾ വിളിച്ചാൽ കിട്ടൂല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. കാടോട് ചേർന്ന ഒരു ഹോം സ്റ്റേ ആണ് ഇത്. കണ്ടോ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൻ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അവസരത്തിൽ കാണാം അല്ലേ?